നാളത്തെ ബി.ജെ.പി. ഹർത്താലിനെ കുറിച്ചും നാളെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടർമാരുടെ അറിയിപ്പിനെ കുറിച്ചും 5 ജില്ലകളിൽ നാളെ അവധി ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് അടുത്ത 3 മണിക്കൂർ മാത്രം. ഈ സമയത്ത് ഇടത്തരം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും കാസർഗോഡ് ജില്ലയിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഈ 2 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ ലഭിച്ച അറിയിപ്പ് പ്രകാരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 5 ജില്ലകളിൽ മാത്രമാണ് നാളെ അവധി സാധ്യതയുള്ളത്. ഇനി നാളത്തെ അവധി അറിയിപ്പിലേക്ക്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 2025 ജൂൺ 18 അഥവാ നാളെയും ജൂൺ 19 അവധിയായിരിക്കും. പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണമായി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചുങ്കത്തര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് ഈ മാസം 23 വരെയും അവധിയായിരിക്കും. കാസർഗോഡ് ജില്ലയിൽ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വെള്ളരിക്കുണ്ട് താലൂക്കിലെ ഗവൺമെന്റ് LP സ്കൂൾ പറമ്പ, MGM UP സ്കൂൾ കോട്ടമല എന്നീ സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നത് വരെ അവധി നൽകിയതായി ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. നാളെ BJP ഹർത്താൽ. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷകന്റെ മരണം. താമരക്കുളം പഞ്ചായത്ത് പരിധിയിൽ നാളെ BJP ഹർത്താൽ. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഹർത്താൽ. പ്രവേശനോത്സവം നടക്കുന്നതിനാൽ സ്കൂളുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.